ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പുത്തൻ പണത്തിൻ്റെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. മമ്മൂക്ക ഞങ്ങളുടെ സ്വന്തം കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുന്ന മൂവി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തിന് ഇത്ര ബിൽഡപ്പ് കൊടുക്കണം? ഞാനും കാസർഗോഡ് ഭാഷയിൽ മുണ്ടിയാലും പോരെ, എന്തെങ്കിലും നിച്ചാ പോരെ. എൻ്റെ ടീച്ചർ കണ്ടിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായിന്. വലിയ അത്ര കാസർഗോഡ് ഭാഷ ഇല്ലെങ്കിലും അത്രയെല്ലാം മതി. കാരണം ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങളെ ഭാഷ ഞാൻ ഇതുപോലെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവല്ല. ഇപ്പം എന്തെങ്കിലും മനസ്സിലായോ? ഞാനിത് നോക്കട്ടെ, ഞാൻ ഇടത്തോളം നോക്കിയിട്ടാ. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ഭാഷ ഇത്ര നല്ല ചേല് വേറെ ഏത് സിനിമയിൽ ഉപയോഗിച്ചിട്ടാന്ന് ഉറപ്പിച്ച് പറയാം. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം? ഇതാണ് നമ്മള് കാസർഗോഡ് അതിൽ ഡയലോഗ് എന്തെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ തന്നെ ഫുൾ കാസർഗോഡ് സ്ലാങ്ങിലല്ല ഇപ്പൊ സംസാരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ ട്രെയിലറിലും. ബിക്കോസ് ഞങ്ങളുടെ ഭാഷ അങ്ങനെ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സബ് ടൈറ്റിൽ വെക്കേണ്ടി വരും. അത്രയ്ക്ക് ഡിഫറെന്റ് ആണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു ഡയലോഗ് ഞാനിപ്പോ കേട്ടു, ദാറ്റ് ഈസ് കൊട്ടടക്കം കുനിക്കും പോലെ കുനിക്കും നിന്നെ ഞാൻ. ഇത്ര കടികെട്ടിയുള്ള ഡയലോഗൊന്നും ഞങ്ങൾ കാസർഗോഡുകാർ പറയൂല മോളെ. ഞങ്ങൾ പറയുമ്പോ ഒരു പഞ്ച്, ഒരു ടോണ് തന്നെ ഒരു വ്യത്യാസമാണ്. ലൈക്ക് ഇപ്പൊ ഒന്ന് കേൾപ്പിച്ചു തരാം. കൊട്ടടക്ക കുനിക്കും പോലെ കുനിച്ചിട്ട് താച്ച് പൊടിയാക്കിയിട്ട് നാട് കടത്തു നിന്നെ ഇബിലീസേ. അപ്പോ ഇതിന്റെ സ്റ്റോറി പാർട്ടിലേക്ക് വരാം. ഇതില് ഇപ്പം മമ്മൂക്ക ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്താ, കുമ്പള ഷെനോയ്. കുമ്പള ഇടുന്ന ഒരു 14 കിലോമീറ്റർ അങ്ങോട്ടായിരിക്കും. കുമ്പളക്കാര സ്ലാങ്ങും ഞങ്ങളുടെ സ്ലാങ്ങും കുറെ വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കിക്കോ. ഇത് നവംബർ 8 നോട്ട് നിരോധിച്ച് ആളുകൾ ഇങ്ങനെ നെട്ടോട്ട് ഓടിയ കഥയാണ് ഇതിൽ പറയുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. ഇങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ കാണാം, ഇങ്ങനെ ഈ പൈസ നോട്ടൊക്കെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാര്. അതൊക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. നല്ല പ്ലീസിങ് ആയിട്ടുള്ള മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റിയ, ചെവിക്ക് നല്ല കേട്ടിരിക്കാൻ പറ്റിയ ഒരു വിജയം. ഹരീഷ് പെരുമനന്റെ സ്ലാങ് ഓൾറെഡി ക്ലിക്കായ ഒരു സംഭവമാണ്. ഇപ്പോ അദ്ദേഹം കാസർഗോഡ് ഭാഷയിൽ ക്ലിക്കാവോ കലക്കുവോ എന്ന് ഞങ്ങൾക്ക് മൂവി കണ്ടിട്ട് തീരുമാനിക്കാം. ഈ ട്രെയിലറിൽ പുള്ളിക്കാരൻ കിടുവായി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. എന്ത് കാസർഗോഡുകാരനൊന്നും എങ്ങനെ തിരിഞ്ഞിന്, അടി കൊണ്ടപ്പോ തിരിഞ്ഞിന്, അങ്ങനെയല്ല തിരിയുവോ? കാസർഗോഡിൽ കോമൺ ആയിട്ട് യൂസ് ആക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഉസാറാക്കിന്, നീ എന്താക്കുന്ന, സുഖന്യാ, ഏടെ പോയിട്ട് വരുന്ന ഇച്ചാ, അതെല്ലാം വിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ടോപ്പ് ക്ലാസ് ആവട്ടെ. പിന്നെ ഒന്നുണ്ട്, ഞമ്മ കാസർഗോഡത്തെ പുള്ളോ പറയാത്തത് ഭയങ്കര ഇതായിപ്പോയി. ആടെ ദോസ്ത് എന്നല്ല പറയുന്നതിന്റെ പകരം പുള്ളോ എന്നല്ല ഇട്ടിനെങ്കില്ല വേറെ ലെവലാട്ടിയിരുന്നു. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജ് ആണ്. ഞങ്ങൾ കാസർഗോട്ടുകാർക്ക് ഒരു സ്പെഷ്യൽ ബോഡി ലാംഗ്വേജ് ഉണ്ട് എന്ന് തന്നെ പറയാം. അതിപ്പോ എന്നെ കാണുമ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അടങ്ങിയിരിക്കാത്ത ടൈപ്പാണെന്ന്. അതേപോലെ തന്നെ മമ്മൂക്ക ഒരു കാർ ഷോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും സാധാരണ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറ്. ഒരു പാവം കൊടീശ്വരൻ ലുക്കിൽ മമ്മൂക്ക ഇരുന്നിട്ടുള്ളതൊക്കെ നല്ല കിടുക്കി. മൂവി ഏപ്രിൽ 13 റിലീസ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് മുമ്പ് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിലർ കണ്ടതിന് മുന്നേ ഐ എം സോ എക്സൈറ്റഡ്. അപ്പോ ഞാൻ ഏപ്രിൽ 13 ഇതിന്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. അല്ല, നീ എന്ത് വിചാരിച്ചിനി? കുമ്പളക്കാരൻ നിത്യാനന്ദ ഷെണായി വെറും ബഗടനാന്ന?